അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സകുടുംബം എന്ന എപ്പിസോഡുകൾ ആരംഭിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് ആഗതമായി. ഇനി 25 ദിവസം കുറഞ്ഞ മിനിറ്റുകളിലായി കുടുംബജീവിതത്തിൻ്റെ അകച്ചുരുളുകളിൽ ആവശ്യമായ ചില വിഷയങ്ങൾ കൈമാറുകയാണിവിടെ. ഒന്നാമതായി, സമകാലിക സാഹചര്യത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ നീറിപ്പുകയുന്ന ചില പ്രശ്നങ്ങളുണ്ട്. സ്വന്തം ഭാര്യയെ അവഗണിക്കുകയും അന്യ സ്ത്രീകളുമായി സ്വതന്ത്രമായി ഇടപഴകുകയും നിഷിദ്ധമായ വഴിയിൽ കുടുംബജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പുതിയ കാലഘട്ടത്തിൽ വ്യാപകമാണെന്നതിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ സ്വന്തം ഭാര്യയെ അവഗണിക്കേണ്ടി വരുന്ന പശ്ചാത്തലം എന്ത്? ഇതൊരു അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പലതും ഭർത്താക്കന്മാരെ പരിഗണിക്കാത്ത ഭാര്യമാർ, ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭംഗിയാവുകയും അണിഞ്ഞൊരുങ്ങുകയും ചെയ്യാത്ത ഭാര്യമാർ, പലപ്പോഴും സ്വന്തം ഭാര്യ തനിക്ക് മതിയായവൾ അല്ല എന്ന് തോന്നുകയും മറ്റുള്ളവരിലേക്ക് ചിന്ത പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, സ്വന്തം ഭാര്യ തന്നെ അതിന് വഴിയൊരുക്കുന്നു എന്ന വേദനാജനകമായ രംഗമാണ് കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭംഗിയാവണം. എങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഈ വിഷയം പ്രസക്തമാകുന്നത് എവിടെയാണ്? ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭംഗിയാവുക എന്ന് പറയുമ്പോൾ അനുവദിക്കപ്പെട്ട ഭംഗിയാവലുമുണ്ട്, അനുവദിക്കപ്പെടാത്ത ഭംഗിയാവലുമുണ്ട്. ചില ആളുകൾ ഭംഗിയാവുക എന്ന മേഖല തന്നെ ചിന്തിക്കാതെ പോകുന്നു. വേറെ ചില ആളുകൾ അമിതമായ ഭംഗിയാവലിലേക്ക് കടക്കുന്നു. ഭംഗിയാവാൻ മടിക്കുന്ന ആളുകൾ, അതിൽ അലസത കാണിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഭംഗിയാകുന്ന ആളുകൾ പലപ്പോഴും അതിരുവിട്ട് പോകുന്ന ഒരു സാഹചര്യം നാം കാണുകയാണ്. യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ മുന്നിൽ ഏതു കോലത്തിലും ഏത് വേഷത്തിലും എങ്ങനെയും ഭംഗിയാകാം, അങ്ങനെയുണ്ടോ? എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? അതാണ് നമുക്കിവിടെ പരിശോധിക്കാനുള്ളത്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇതര മതസ്ഥരുടെ വേഷവിധാനങ്ങളോ ഇതര മതസ്ഥരുടെ സംസ്കാരങ്ങളോ സ്വീകരിച്ച് ഭർത്താവിൻ്റെ മുന്നിൽ ഒരു പെണ്ണ് ഭംഗി പ്രകടിപ്പിക്കുകയാണെങ്കിൽ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, അവൾ ആരോടാണോ സാദൃശ്യമാകുന്നത് അക്കൂട്ടത്തിലാണ് അവളെ എണ്ണപ്പെടുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഭംഗിയാവണം, ഭംഗിയാവേണ്ടത് തന്നെയാണ്. പക്ഷേ അതിരുവിട്ട് ഇതര സംസ്കാരത്തോടും മതത്തോടും ആശയങ്ങളോടും സാമ്യപ്പെടുന്ന രൂപത്തിൽ ആവാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ധരിച്ച ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്, ഇന്ന ഹാദിഹി സിയാബുൽ കുഫാർ ഫലാ തൽബസ്ഹ. ഇത് നിങ്ങളുടെ വേഷമല്ല, നിങ്ങളുടെ സംസ്കാരമല്ല, ഇത് മറ്റു പലരുടെയും സംസ്കാരമാണ്. അതൊരിക്കലും നമ്മൾ സ്വീകരിക്കരുത്, അത്തരം വേഷങ്ങൾ ധരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ഇക്കാലഘട്ടത്തിൽ പുരികത്തിൽ നിന്ന് മുടികൾ വെട്ടിയെടുക്കുകയും ഷൈപ്പാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. നമസ് എന്നാണ് അതിനെ പറയുന്നത്. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാടെന്താ? ലഅനല്ലാഹുൽ വാശിമാത്തി വൽ മുതശവ്വിമാത്ത് വൽ മുതനമ്മിസാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടാവിൻ്റെ ശാപം ലഭിക്കുന്ന ആളുകളെ എണ്ണിപ്പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഈ രൂപത്തിൽ പുരികത്തിൽ നിന്ന് മുടികൾ വെട്ടിയെടുത്ത് ഭംഗിയാകുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി പറഞ്ഞതായിട്ട് കാണാം. ഈ വിവരം ഉമ്മു യാക്കൂബ് എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് ലഭിച്ചപ്പോൾ ഇങ്ങനെ പുരികം ശരിപ്പെടുത്തുന്നതൊക്കെ പാടില്ലാത്തതാണ് എന്ന വിവരം കിട്ടിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, ബലഗനി അന്നക ഖുൽത കൈത വകൈത്.
നിങ്ങൾ ഇന്നാലിന്നതൊക്കെ പറയുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞല്ലോ. അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങൾ പറഞ്ഞു, മാലി ലാ അൽ അനു, എനിക്കെന്താണ്, ഞാൻ എന്തിനാണ് അങ്ങനെ മറ്റുള്ളവരെ ശപിക്കാൻ പോകണം? ഞാൻ ശപിക്കുന്നില്ല. മൻ ലഅന റസൂലുള്ളാഹി ഫീ കിതാബില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചവരെ അല്ലാതെ ഞാൻ ശപിച്ചിട്ടില്ല. അപ്പോൾ വസ്ത്രത്തിലാണെങ്കിലും മുടികളിലാണെങ്കിലും അത്തരം നമ്മുടെ വേഷ സംസ്കാരങ്ങളിലാണെങ്കിലും അലങ്കാര സംസ്കാരങ്ങളിലാണെങ്കിലും ഇതര മതസ്ഥരോടോ ഇതേ ആശയക്കാരോടോ സാമ്യപ്പെടുന്ന രൂപത്തിൽ ഉള്ള വേഷവിധാനങ്ങളും സംവിധാനങ്ങളും ഭർത്താവിന് വേണ്ടി ഭംഗിയാകുന്നിടത്തു പോലും പാടില്ല എന്നാണ് നിബിധങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഭർത്താവിന് വേണ്ടി ഭംഗിയാവണം, അതിൽ അലസത കാണിക്കാനും പാടില്ല. അലസത കാണിച്ചാൽ എന്ത്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.